നാളെയാണ് നമ്മുടെ റിലീസ്. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും ആ സമയത്ത്? ഇന്ന് രാത്രിയാണ് US-ലെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ സമയം ഇവിടുത്തെ 11:30 11:45 റിലീസ്. ഓക്കെ ഓക്കെ. അവിടെ കാണുന്നുണ്ടോ അതോ? കാണണം. കാണാനുള്ളൊരു പരിപാടി ഉണ്ട്, നോക്കാം. ഉച്ചയൊക്കെ കാണുന്നുണ്ടോ? ഞാൻ ചിലപ്പോ ദുബായിക്ക് പോകും രാവിലെ. അവിടെ ഒന്ന് കാണാൻ സാധ്യതയുണ്ട്. ഒരാൾ ദുബായിൽ കാണുന്നു, ഒരാൾ US-ൽ കാണുന്നു. ഇവിടെയൊക്കെ മലയാളികൾ ഉണ്ടല്ലോ. പിന്നെ ലോകം മുഴുവനില്ലേ. അപ്പൊ എല്ലാരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് ആ സിനിമയ്ക്ക്. ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ല. വരുമായിരിക്കില്ല പക്ഷേ. ചാക്കോച്ച വരുന്നുണ്ടോ? വലിയ ടേണിംഗ് പോയിന്റ് ആണ്. പിന്നെ ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ഈ സിനിമ നന്നായിട്ട് കളക്ഷൻ ആവണം. പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, മടക്കെങ്കിലെങ്കിലും ലാഭം ചേർത്ത് എന്നാലൊക്കെ ഉണ്ടാവും മലയാള സിനിമ. ഇതൊരു വലിയ ഉത്തരവാദിത്തം നമ്മളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്കാ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാന്നുള്ളത്. ദിസ് ഇസ് ഒരു ഗേറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ അല്ലേ ഇത്തരം ചിത്രങ്ങൾ? നമുക്കും പറ്റും. പക്ഷെ ഇനി അങ്ങോട്ട് തുടരണമെങ്കിൽ ഇതിന്റെ ഫലമനുസരിച്ചിരിക്കും. പൊളിയുണ്ട്. ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സോഷ്യൽ ലൈഫിനെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമുക്കെതിരായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കഥയാണ് ഇത് ശരിക്കും പറഞ്ഞത്. അല്ലെ, പുതിയ ടെക്നോളജി വളരുന്നതനുസരിച്ച് അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. അതിന് പിന്നെ ആറ്റം ബോംബ് വരെ, ആറ്റോമിക് എനർജി വരെ നന്നായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ആൾക്കാർ അതുകൊണ്ട് ബോംബ് ഉണ്ടാക്കിയെങ്കിൽ അതിനെ എങ്ങനെ തടയാൻ പറ്റും, അല്ലെങ്കിൽ അത് തടയാൻ ശ്രമിക്കുന്നവരുടെ കഥയാണ്. അതെ. കുട്ടികൾ ബോബൻ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഗുഡ് ഈവനിങ്. നിങ്ങൾ എവിടെയാണ് ഇതിന്റെ ഇടയിലെ ഗുഡ് ആഫ്റ്റർനൂൺ പറയണോ? ഇല്ല, ഞാൻ നാട്ടില് കേരളത്തിൽ തന്നെയുണ്ട്, കൊച്ചിയിലുണ്ട്. സിനിമ കണ്ടോ? എവിടെ കാണിക്കണ്ടേ? നമ്മളെ പ്രകാശ് വർമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ അറിവിൽ. ആ ഒരു പ്രാങ്ക് വളരെ പ്രകാശ് പോപ്പുലറായി. 1 മില്യൺ മുകളിലായി കഴിഞ്ഞു വ്യൂവർഷിപ്പ്. പ്രകാശ് US-ലാണോ കാണുന്ന പടം? പിന്നെ ഞാൻ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ന്യൂയോർക്കിലാണ്. ഇത് രാത്രി ഇവിടെ 11:45 അവിടുത്തെ 9:15 അപ്പൊ നോക്കട്ടെ. ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും ആൾക്കാരുള്ളൊരു സിനിമ, ഇതെന്താണ് അവര് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാൻ മറ്റ് പ്രേക്ഷകരെ പോലെ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. കാര്യം ഇനി ഫഹദ് എവിടെയാണ് കാണുന്നത്? ഫഹദിനെ നമുക്ക് എറണാകുളത്ത് വിടാം. അല്ല, കുഞ്ചാവ് എന്റെ കൂടെ വരുന്നത് ഇങ്ങനെ എന്റെ ഭീഷണിപ്പെടുത്തുണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിനെ പറയുന്നത്. ഞാൻ കുറച്ച് പരിപാടി, നാളെ ഹോളിഡേ അല്ലേ, ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. നാളെ ഒരു ചെറിയൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്തിട്ട് പേട്രിയറ്റും കൂടെ കണ്ട്. ഓക്കെ ഓക്കെ. കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ഒരു തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. ആൾക്കാർ ഹാപ്പി ആവട്ടെ. ഇപ്പൊ ഇത് കാണുന്നവർ അവിടെ ഒന്നും ഉണ്ടാവുമല്ലോ. ഈ മറ്റു ഭാഷകളൊക്കെ ഒരാഴ്ച എടുക്കും തോന്നുന്നു എല്ലാം സെൻസറായി വരാൻ. കുഴപ്പമില്ല. ബാക്കി മലയാളം വരട്ടെ. മലയാളം കണ്ടിട്ട് നമുക്ക് തമിഴ് ആൾക്കാർക്ക് മഹേഷ് നാരായണനെ ഒന്നും കാണാനില്ല. ഉറക്കത്തിൽ തന്നെ ഉറക്കമില്ലായ്മ കൊണ്ട് ഭ്രാന്തായിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു. ഓരോ ദിവസം ഓരോ കറക്ഷൻ. ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. മ്യൂസിക് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മഹേഷ്, എഡിറ്റർ, എല്ലാരും ഭയങ്കര. സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, സമാധാനത്തോടെ. അതെ, നമ്മളെ വലിയ കാര്യമല്ലേ. പുള്ളി ഉറങ്ങി എഴുന്നേറ്റേ. എന്റെ ആഗ്രഹം സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റാതാവട്ടെ എന്നുള്ളതാണ്. അയ്യോ, അതുക്കും മേലെ അങ്ങനത്തെ ഒരു സിനിമയാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത്. ഞാനും അങ്ങനത്തെ സിനിമ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത്, എല്ലാരും ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വലിയ സിനിമയിലെ തുടങ്ങുമ്പോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോ ഇത് ഏറ്റവും വലിയ സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കും.